Hello everyone, welcome to Nafi the Educator. It's me and Nafi. Yes, നിങ്ങളുടെ +1 റിസൾട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ +1 റിസൾട്ടിന്റെ മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ +1 റിസൾട്ട് വന്ന കുട്ടികൾക്കുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരൊക്കെ +1 റിസൾട്ട് ഇന്നലെ കിട്ടിയിട്ടുണ്ടോ അവർക്കൊക്കെ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക. അവരോടൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ പറയും. നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എന്താ കമന്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം +1 നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട്. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് +1 ആഗ്രഹിച്ച മാർക്ക് തന്നെയാണ് കിട്ടിയത്. മൂന്നാമത്തെ കാര്യം നിങ്ങൾ +1 ഏതെങ്കിലും സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ +1 ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ചില അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ പല കുട്ടികളുടെ ഡൗട്ടാണ് റീവാലേഷൻ എന്നാണ്. റീവാലേഷൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, റീവാലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഇക്കൊല്ലമല്ല. നിങ്ങൾ 2026 മാർച്ചിൽ +2വിൻ്റെ പബ്ലിക് എക്സാം എഴുതുമ്പോൾ ആ +2വിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ കൂടെയാണ് നിങ്ങൾ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ വീണ്ടും ഓർത്ത് വെക്കുക. +2 പബ്ലിക് എക്സാം 2026 മാർച്ച് നടക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ വീണ്ടും മനസ്സിലാക്കി വെക്കുക. 2026 മാർച്ചിൽ നിങ്ങൾ +2വിൻ്റെ പബ്ലിക് എക്സാം എഴുതുമ്പോൾ അതിൻ്റെ കൂടെയാണ് നിങ്ങൾ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു കൊല്ലം അപ്പുറം, അതായത് +2 പഠിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾ +1 ഏതെങ്കിലും സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റിനുള്ള കാര്യങ്ങളും പഠിച്ച് തുടങ്ങുക. 2026 അടുത്ത കൊല്ലം മാർച്ചിലാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവുക. ആ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതും ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ടതും. കഴിഞ്ഞ കൊല്ലം മുതലാണ് ഈ ഒരു പുതിയ പരിഷ്കാരം വന്നിട്ടുള്ളത്. നിങ്ങൾ സീനിയേഴ്സ് ഇപ്പോൾ +2 പാസ്സായിട്ട് നിങ്ങൾ തൊട്ട് സീനിയേഴ്സിന് ചോദിച്ചാൽ അറിയാം, അവരുടെ കാലഘട്ടം മുതൽ, അവരുടെ അക്കാഡമിക് ഇയർ മുതലാണ് ഈ +2 പബ്ലിക് എക്സാമിന് കൂടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മാറ്റം ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി 3 സബ്ജക്റ്റ് വരെയാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു കുട്ടി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന ഒരു സബ്ജക്റ്റ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പല കുട്ടികളുടെ ഡൗട്ടാണ്, ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയിട്ട് മാർക്ക് കുറഞ്ഞു പോയെന്ന പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടിയ മാർക്ക് ഏതിനാണ് കിട്ടിയത് അതാണ് അവർ പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് 60ൽ 54 കിട്ടിയായിരിക്കും. നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയിട്ട് 60ൽ 52 ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടിയ മാർക്ക് ഏതാണോ അതാണ് പരിഗണിക്കുക. പക്ഷേ ഇതൊക്കെ 2026 മാർച്ചിലാണ്, അതായത് അടുത്ത കൊല്ലമാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. പല ആളുകൾക്കും ആഗ്രഹിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ട്, പല ആളുകൾക്കും ആഗ്രഹിച്ച മാർക്ക് കിട്ടിയിട്ടില്ല. ആഗ്രഹിച്ച മാർക്ക് കിട്ടാത്ത ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കഷ്ടപ്പെട്ടാലേ ഇനി +2 നിങ്ങൾക്ക് മികച്ചൊരു മാർക്ക് നേടാൻ പറ്റുള്ളൂ. നിങ്ങൾ എഫേർട്ട് ഇടണം, നിങ്ങൾ കഷ്ടപ്പെടണം. നിങ്ങളെ മനസ്സിലൊരു തോന്നൽ വേണം, എനിക്ക് +2 ഏറ്റവും മികച്ച മാർക്കാണ്. നിങ്ങൾ പലരും പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട പോലെ പഠിക്കാത്തത് കൊണ്ടാണ് +1ൽ മാർക്ക് കുറഞ്ഞത്. +1നേക്കാളും 30-40 ഇരട്ടി നിങ്ങൾക്ക് +2 പഠിക്കാനുണ്ട്. നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരുന്നുള്ള ഞാൻ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. ബൈ.